എല്ലാവർക്കും എക്കണോമിക്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. എക്കണോമിക്സിൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായ ക്ലാസ്സുകളാണ് ഈ ചാനലിലൂടെ നൽകുന്നത്. ക്ലാസ്സുകളെ കൂടാതെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ജനറൽ പേപ്പർ എന്നിവയും ഈ ക്ലാസ്സിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ക്ലാസ്സുകൾ കാണുകയും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് കൂടാതെ വൈവോസ് ഇൻ്റർവ്യൂ തുടങ്ങിയവ അറ്റൻഡ് ചെയ്യുന്നവർക്കും ഈ ക്ലാസ്സുകൾ വളരെ പ്രയോജനകരമാണ്. നിങ്ങൾക്ക് കോട്ട് ചെയ്യുന്ന ഡെഫിനേഷൻസ്, ചില ടേംസുകളുടെ ഡെഫിനേഷൻസുകളെല്ലാം ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വൈവോസ് ഇൻ്റർവ്യൂ തുടങ്ങി ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ പങ്കെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇക്കണോമിക് പ്ലാനിങ് ഡിസ്കസ് ചെയ്യാം. സെറ്റ്, നെറ്റ്, HSST എല്ലാ സിലബസുകളിലും എക്കണോമിക്സിൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിലെ ഒരു പ്രധാന ടോപ്പിക്കാണ് ഇക്കണോമിക് പ്ലാനിങ്. എന്താണ് ഇക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്? ദ ഡെലിബറേറ്റ് ആക്ഷൻ ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ടു അറ്റൈൻ സർട്ടൻ ഒബ്ജക്റ്റീവ്സ് വിത്തിൻ എ സ്പെസിഫൈഡ് പീരിയഡ് ഓഫ് ടൈം. എന്താണ് ഇക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്? ഇറ്റ്സ് ദ ഡെലിബറേറ്റ് ആക്ഷൻ ടേക്കൺ ബൈ ദ ഗവൺമെൻറ് to attain certain objectives within a specified period of time. Why we need planning? Why we need planning? അപ്പോൾ നീഡ് ഫോർ പ്ലാനിങ് എല്ലാം കൃത്യമായിട്ട് ഓരോ പോയിന്റുകളും അറിഞ്ഞിരിക്കണം. കാരണം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഒരുപക്ഷെ ഇതിനകത്ത് നിന്ന് ശരിയല്ല, ഇൻകറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ 1 or 2 ശരി, 2 or 4 all of the above എന്നെല്ലാം ചോദിക്കാം. സോ വാട്ട് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓർ നീഡ് ഫോർ പ്ലാനിങ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. First one, to attain economic development. First one, to attain economic development. Second one, to improve agriculture and or to develop agriculture and industry. To develop agriculture and industry. Then third one, removal of poverty and unemployment. Third one, removal of poverty and unemployment. Then improvement of market mechanism. Improvement of market mechanism. Encouragement of foreign trade and foreign trade. Improvement of money market and capital market. Improvement of money market and capital market. Ensure equity and social justice. Ensure equity and social justice. Expansion of infrastructural facilities. Expansion of infrastructural facilities and investment in more human capital or encouragement of education and research facilities. These are the various characteristics of or need for planning or the importance of planning. Then next we comes to the types of planning. First one, structural planning and functional planning. എന്താണ് സ്ട്രക്ചറൽ പ്ലാനിങ്ങും ഫങ്ഷണൽ പ്ലാനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്? സ്ട്രക്ചറൽ പ്ലാനിങ് gives more emphasis to the role of public sector. Structural planning gives more emphasis to the role of public sector and it works on the basis of changes in the existing economic structure or socio-economic setup. It works in the changes in the existing socio-economic setup. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫങ്ഷണൽ പ്ലാനിങ് എന്താണെന്ന് മനസ്സിലായി കാണും. ഫങ്ഷണൽ പ്ലാനിങ് ഗീവ്സ് മോർ എംഫസൈസ് ടു ദി റോൾ ഓഫ് പ്രൈവറ്റ് സെക്ടർ. ഫങ്ഷണൽ പ്ലാനിങ് ഗീവ്സ് മോർ എംഫസൈസ് ടു ദി റോൾ ഓഫ് പ്രൈവറ്റ് സെക്ടർ ആൻഡ് ഇറ്റ് വർക്ക്സ് വിത്തിൻ ദി എക്സിസ്റ്റിംഗ് സോഷ്യോ എക്കണോമിക് സെക്ടർ. ഇറ്റ് വർക്ക്സ് വിത്തിൻ ദി എക്സിസ്റ്റിംഗ് സോഷ്യോ ഇക്കണോമിക് സെക്ടർ. Next one, planning by inducement and planning by direction. Planning by inducement and planning by directions. ഒരു പക്ഷേ നിങ്ങൾക്ക് വൈവയിലോ ഇൻ്റർവ്യൂവിൽ ചോദിക്കാം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാനിങ് ബൈ ഇൻഡ്യൂസ്മെൻറ്റ് ഓർ പ്ലാനിങ് ബൈ ഡയറക്ഷൻസ്? Planning by inducement gives maximum freedom to the firms or traders under the state control. Under planning by inducement എന്താണ് എക്കണോമിയിൽ ഫേംസിനും ട്രേഡേഴ്സിനും എല്ലാം മാക്സിമം ഫ്രീഡം, പക്ഷെ വിത്തിൻ ദി സ്റ്റേറ്റ് കൺട്രോൾ, ഒരു സ്റ്റേറ്റ് കൺട്രോളോട് കൂടിയ ഒരു ഫ്രീഡം, മാക്സിമം ഫ്രീഡം അലൗ ചെയ്യുന്നു. ബട്ട് പ്ലാനിങ് ബൈ ഡയറക്ഷൻസിൽ ഓൾ കൺട്രോൾ ഗിവൺ ടു ദി സ്റ്റേറ്റ് അതോറിറ്റി. എല്ലാം അവിടുത്തെ എല്ലാ എക്കണോമിക് അഫയേഴ്സും സോഷ്യൽ അഫയേഴ്സും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരൊറ്റ അതോറിറ്റി ആയിരിക്കും, സെൻട്രൽ അതോറിറ്റി ആയിരിക്കും. അതാണ് പ്ലാനിങ് ബൈ
ഡയറക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് ഫിസിക്കൽ പ്ലാനിങ്. ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് ഫിസിക്കൽ പ്ലാനിങ് എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്? റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് ഇൻ ടേംസ് ഓഫ് മണി. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് ഇൻ ടേംസ് ഓഫ് മണി. റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് ഇൻ terms of money. On the other hand, physical planning, resources are allocated in terms of men, material and men, material and resources. Physical planning, resources are allocated in terms of men, material and machinery in the terms. Then next one, perspective planning and annual planning. Perspective planning and annual planning. പെർസ്പെക്റ്റീവ് പ്ലാനിങ് ലോങ് ടൈം പ്ലാനിങ്ങിനെയാണ് പെർസ്പെക്റ്റീവ് പ്ലാനിങ് എന്ന് പറയുന്നത്. ലോങ് ടൈം പ്ലാനിങ് ഓൾസോ നോൺ ആസ് പെർസ്പെക്റ്റീവ് പ്ലാനിങ്. ഇറ്റ് കംസ് ഫോർ 20 or 25 years ലോങ് ആയിട്ടുള്ള പ്ലാനിങ്ങിനെയാണ് നമ്മൾ പെർസ്പെക്റ്റീവ് പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ ആനുവൽ പ്ലാനിങ്ങോ? ആനുവൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ വെരി ഷോർട്ട് പീരിയഡ് പ്ലാനിങ്ങിനെ ആയിരിക്കും ആനുവൽ പ്ലാനിങ് എന്ന് പറയുന്നത്. 1 വർഷമോ 5 വർഷമോ നീണ്ടു നിൽക്കുന്ന പ്ലാനിങ്ങിനെ നമുക്ക് ആനുവൽ പ്ലാനിങ് എന്നാൽ ഷോർട്ട് പീരിയഡ് പ്ലാനിങ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഡെമോക്രാറ്റിക് പ്ലാനിങ് ആൻഡ് സോഷ്യലിസ്റ്റ് പ്ലാനിങ്. ഡെമോക്രാറ്റിക് പ്ലാനിങ് ആൻഡ് സോഷ്യലിസ്റ്റ് പ്ലാനിങ്. ഡെമോക്രാറ്റിക് പ്ലാനിങ്, പ്ലാനിങ് വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് ഡെമോക്രസി. പ്ലാനിങ് വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓഫ് ഡെമോക്രസി. അപ്പോൾ സോഷ്യലിസ്റ്റിക് പ്ലാനിങ്ങും പ്ലാനിങ് അതോറിറ്റി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ്. സെൻട്രൽ അതോറിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്ലാനിങ്ങിനെയാണ് സോഷ്യലിസ്റ്റിക് പ്ലാനിങ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വൺ സെക്ടറൽ പ്ലാനിങ് ആൻഡ് ഏരിയ പ്ലാനിങ്. സെക്ടറൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെക്ടേഴ്സിനും, ഇപ്പോൾ അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രി ആൻഡ് സർവീസസ് സെക്ടേഴ്സിനെ എംഫസൈസ് ചെയ്തിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പ്ലാനിങ് നടത്തണം. അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് 5 year പ്ലാനിൽ അഗ്രികൾച്ചർ സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, സെക്കൻഡ് 5 year പ്ലാനിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ എംഫസൈസ് കൊടുത്തു. അപ്പോൾ ഇത്തരത്തിൽ സെക്ടേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് സെക്ടറൽ പ്ലാനിങ്. ദെൻ ഏരിയാസ് പ്ലാനിങ് എന്താണ്? അപ്പോൾ എല്ലാ കൺട്രീസും ബാക്ക് പേഡ് ഏരിയാസും എല്ലാം ഉണ്ടാകും. അപ്പോൾ ബാക്ക് പേഡ് ഏരിയാസിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന പ്ലാനിങ് ആണ് ഏരിയ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നീതി ആയോഗിലൊക്കെ ആദർശ് ഗ്രാം യോജന, അതായത് ഓരോ സ്പോൺസർ അവരവരുടെ നിയോജക മണ്ഡലത്തിൽ റോഡുകൾ പുനരുദ്ധരിക്കുക, ഗ്രാമങ്ങൾ പുനരുദ്ധീകരിക്കുക എന്നിവയുള്ള പ്ലാനിങ്ങുകളാണ്. അപ്പോൾ ഇതൊക്കെ ഏരിയ പ്ലാനിങ്ങിൽ വരുന്നതാണ്. ദീസ് ആർ ദ വേരിയസ് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാനിങ്. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് പ്ലാനിങ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ ഇൻ്റർവ്യൂവിലും എല്ലാം ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ്? സ്ട്രക്ചറൽ പ്ലാനിങ്, ഫങ്ഷണൽ പ്ലാനിങ്, പ്ലാനിങ് ബൈ ഇൻഡ്യൂസ്മെൻറ്റ്, പ്ലാനിങ് ബൈ ഡയറക്ഷൻസ്, ഫിസിക്കൽ പ്ലാനിങ് ആൻഡ് ഫിനാൻഷ്യൽ പ്ലാനിങ്, ദെൻ സോഷ്യലിസ്റ്റിക് പ്ലാനിങ് ആൻഡ് ഡെമോക്രാറ്റിക് പ്ലാനിങ്, ദെൻ പെർസ്പെക്റ്റീവ് പ്ലാനിങ്, ആനുവൽ പ്ലാനിങ്, നെക്സ്റ്റ് സെക്ടറൽ പ്ലാനിങ് ആൻഡ് ഏരിയ പ്ലാനിങ്. ദീസ് ആർ ദ വേരിയസ് പ്ലാനിങ് types of planning. Next one, what is rolling plan? Who are the major proponents? എല്ലാ ഇപ്പോഴും നമ്മൾ ഏഷ്യൻ ഡ്രാമ എന്ന കൃതി രചിച്ച ഗുണ്ണാർഡ് മിട്രലിൻ്റെ കൺസെപ്റ്റാണ് റോളിംഗ് പ്ലാൻ. റോളിംഗ് പ്ലാൻ എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1978 ജനതാ ഗവൺമെൻറ് ആണ്. 1978 ജനതാ ഗവൺമെൻറ് ആണ്. എന്താണ് റോളിംഗ് പ്ലാൻ? അതായത് ഈ റോളിംഗ് പ്ലാനിൽ 3 ടൈപ്സ് ഓഫ് പ്ലാനിങ് ഉൾപ്പെടും. എത്രയൊക്കെയാണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് 3 ടൈപ്സ് ഓഫ് പ്ലാൻ. റോളിംഗ് പ്ലാൻ ഇൻക്ലൂഡ്സ് 3 ടൈപ്സ് ഓഫ് പ്ലാനിങ്. അതായത് ആനുവൽ പ്ലാൻ, പ്ലാൻ ഫോർ കറണ്ട് ഇയർ. ആനുവൽ പ്ലാൻ, ഒന്നാമത്തെ പ്ലാൻ ആനുവൽ പ്ലാൻ, ആ വർഷത്തേക്ക് മാത്രം, ഒരു വർഷത്തേക്ക് മാത്രമായിട്ട് ഒരു ആനുവൽ പ്ലാൻ ഒക്കെ തയ്യാറാക്കുന്നു. ദെൻ പ്ലാൻ ഫോർ 4 or 5 years. അതിന് ശേഷം ആ ആനുവൽ പ്ലാനിൽ സിറ്റുവേഷൻസ് അനുസരിച്ച് ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്ത ഒരു 5 വർഷത്തേക്ക് അടുത്തൊരു പ്ലാൻ തയ്യാറാക്കുന്നു. ദെൻ ആ 5 വർഷത്തിലേക്കുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ്, സക്സസ്ഫുൾ ആണ്, ഫെയിലിയർ ആണോ, അതിനനുസരിച്ച് നമ്മൾ ഒരു ലോങ് ടൈം, ഒരു പെർസ്പെക്റ്റീവ് പ്ലാൻ അവർ തയ്യാറാക്കുന്നു. ഇത്തരത്തിലുള്ള 3 പ്ലാനും കൂടി ചേർന്ന പ്ലാനിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗുണ്ണാർഡ് മിട്രലിൻ്റെ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഇറ്റ് അഡോപ്റ്റഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് 1978 ബൈ ജനതാ ഗവൺമെൻറ്. ഇനി നമുക്ക് ചില കൺസെപ്റ്റുകളും അവയുമായി റിലേറ്റഡുമായ എക്കണോമിസ്റ്റുകളുടെ പേരുകളും ഒന്ന് നമുക്ക് നോക്കാം. ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് തിയറി ഓഫ് ട്രേഡ് സൈക്കിൾ നമ്മൾ പറഞ്ഞതാണ് ഹെയ്ക്ക് ആണെന്ന്. ദെൻ നെക്സ്റ്റ് വൺ, ദ പ്രിൻസിപ്പിൾ ഓഫ് ക്യുമുലേഷൻ, ഗുണ്ണാർഡ് മിട്രൽ. ദ പ്രിൻസിപ്പിൾ ഓഫ്
accumulation, Gunnar Myrdal. The modern theory of international trade, Bertin O'Higgins. The modern theory of international trade, Bertin O'Higgins. The theory of disguised unemployment as a saving potential, Richard Knox. എന്താണ് the theory of disguised unemployment, Ragnar Knox ആട്ടോ. The theory of disguised unemployment as a saving potential ആരുമായി ബന്ധപ്പെട്ടതാണ്? റാഗ്നാർ നക്സ്. The theory of unlimited supply of labor, Lewis. The theory of unlimited supplies of labor, Lewis. Model of migration and unemployment, Harris and Todaro. Model of migration and unemployment, Harris and Todaro. Then doctrine of balanced growth, Rosenstein, Rodin, Knox and Lewis. Neff-edge equilibrium, Harrow-Domer model. Neff-edge equilibrium related to Harrow-Domer model. The theory of circular causation, Gunnar Myrdal. The theory of circular causation related to Gunnar Myrdal. Circular causation. Theory of golden rule of accumulation. The theory of golden rule of accumulation, E.S. Phelps. The theory of golden rule of accumulation, E.S. Phelps. P-H-E-L-P-S. P-H-E-L-P-S. The theory of golden rule of accumulations related to rule of accumulation related to E.S. Phelps. The concept of natural order or natural law, Adam Smith. Tableau economy, Q-Sney. Tableau economy, Q-Sney. Tableau economy, Q-Sney. The concept of division of labor, Adam Smith. International socialism and dialectical materialism, Karl Marx. International socialism, Karl Marx. Then the law of concentration of capital, Karl Marx. The law of concentration of capital, Karl Marx. The ideas of marginal and final utility, Gosen. The idea of marginal and final utility, Gosen. അപ്പോൾ these are the some important concepts and their economists. ഇനി എക്കണോമിസ്റ്റുകളുടെ ചില വർക്ക്സുകളും നമുക്കിവിടെ ഒന്ന് അനലൈസ് ചെയ്യാം. ആദ്യമായിട്ട് The theory of moral sentiments, Adam Smith. The theory of moral sentiments, Adam Smith. Principles of political economy, J.S. Mill. Principles of political economy, J.S. Mill. Then next one, development of the laws of exchange among the men, Gosen. Development of the laws of exchange among men, Gosen. Then next one, theory of political economy. Theory of political economy, Jevons. Theory of political economy, Jevons. Next one, the essential of economic theory, Clark. The essential of economic theory, Clark. Money, interest and prices, Patinkin. Money, interest and prices, Patinkin. Economics of welfare, A.C. Pigot. Economics of welfare, A.C. Pigot. Elements of pure economics, Leon Walras. Elements of pure economics, Leon Walras. Then next one, production of commodities by means of commodities, Straffa model, Straffa. Then production of commodities by means of commodities, Straffa. Next one, money in theory of finance, Gurley and Shaw. Money in a theory of finance, Gurley and Shaw. Next one, a tract on political economy, Antoni D. Mondarchi. The economic consequences of the peace, Keynes. The economic consequences of the peace, Keynes. The economic consequences of Mr. Churchill, Keynes. The economic consequences of the peace, Keynes. The economic consequences of Mr. Churchill, Keynes. നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ് ഓതേഴ്സിൻ്റെ വർക്കുകൾ വിശദമായിട്ടൊന്നും നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാം. കാരണം നിങ്ങൾക്കത് PDF ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരാം. കാരണം ഇതിൽ വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദിസ് ഓതർ അല്ലെങ്കിൽ ദിസ് ഇക്കണോമിസ്റ്റ് എന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.
കാരണം ഈ കാലഘട്ടങ്ങളിൽ അപ്പോൾ എല്ലാ ഓതേഴ്സിൻ്റെയും വർക്കുകളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനിയുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. ഇനി മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നവരും BA MA കോഴ്സുകാരും നല്ല പഠിക്കുക. ഇനി വന്നെ എക്കണോമിക്സ് ബിരുദാനന്തര ബിരുദധാരികൾക്കും ധാരാളം ഓപ്പർച്യൂണിറ്റികൾ ടീച്ചിങ് ഫീൽഡിലല്ലാതെ മറ്റു ധാരാളം ഓപ്പർച്യൂണിറ്റികളുണ്ട്. അപ്പോൾ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് നന്നായി പഠിക്കുക. ഈ ചാനലിലൂടെയെല്ലാം നിങ്ങൾക്കൊരു വഴികാട്ടിയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.